മവാസയുടെ പ്രസിഡന്റ് അബ്ദുസലാം മൂന്നാമത്തെ വാർഷിക ജനകോടി യോഗമാണ്. ഇത് തുടങ്ങിയതിന്റെ സാഹചര്യങ്ങൾ നമ്മളെല്ലാ യോഗങ്ങളിലും പറയുന്ന പോലെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ പരേതനായ നമ്മുടെ റയീസുദ്ദീൻ അദ്ദേഹത്തിന്റെ ആകസ്മിക മരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മുഹമ്മദ് ബാക്കവിയുടെ നേതൃത്വത്തിൽ നമ്മൾ 2006 സെപ്റ്റംബർ 1 ഔദ്യോഗികമായിട്ട് ഈ സംഘടന തുടങ്ങിയത്. തുടങ്ങിയതിനു ശേഷം ഇതിന്റെ പല സ്ഥാപക അംഗങ്ങളിൽ പലരും നാട്ടിൽ പോയി അവസാനമായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ജോർജ് അദ്ദേഹം നാട്ടിൽ പോയി. ഇതിന്റെ സ്ഥാപന സമയത്ത് ഇതിന്റെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ആളുകളെ നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലായി നടന്നു കഴിക്കുന്ന മലയോര പ്രദേശക്കാരായ ആളുകളെ കണ്ടെത്തുന്നതിനും ആ ആളുകളെ സംഘടനയിൽ മെമ്പർഷിപ്പെടുത്തുന്നതിനും ഈ കൂട്ടായ്മ വിപുലീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ ജോലിസ് അദ്ദേഹം ചെയ്ത സേവനങ്ങളെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പല ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് രക്ഷാധികാരികൾ സുലൈമാൻ, അതേപോലെ തന്നെ ഈ സംഘടനയെ നിലനിർത്തുന്നതിൽ സംഘടന ഒരു മീറ്റിംഗ് കൊടുത്തതിലൊക്കെ ഉള്ള സൗകര്യം ചെയ്തിരുന്ന ലോകത്ത് ഇവരൊക്കെ നമുക്ക് പ്രത്യേകം ഈ കാര്യത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ 3 വർഷത്തെ നമ്മുടെ ഒരു മൂന്നാമത്തെ പിറന്നാളാണ് ചെയ്തത്. 3 വയസ്സ് പൂർത്തിയാക്കി. ഈ ഒരു 3 വർഷത്തിന്റെ സംഘടനയുടെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഏതൊരു നല്ല ഒരു മൂവ്മെന്റ്, ഏതൊരു പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെ ഈ സംഘടനയെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മാറി വന്ന 3 വർഷത്തെ 3 കമ്മിറ്റികളും വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ഓരോ കമ്മിറ്റികളുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതിന്റെ പ്രവർത്തകരും അതിന്റെ പൂർണ്ണമായ ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏതൊരു തീരുമാനം വന്നാലും ഒറ്റക്കെട്ടായി ഐക്യകണ്ഠേനയുള്ള തീരുമാനം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് വേറിട്ട് പോകാതെ സംഘടനയുടെ ഒബ്ജക്റ്റീവ് ലക്ഷ്യത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുള്ള ആ ഒരു സമയാസമയത്തിൽ തീരുമാനമെടുക്കാൻ ആദ്യമായി ആവാസയ്ക്ക് വേണ്ടി ചെയ്യണം. അതേപോലെ തന്നെ ഇതിന്റെ പ്രവർത്തകർ ഭാരവാഹികൾ സഹോദരങ്ങൾ എല്ലാവരെയും എല്ലാവർക്കും അറിയാവുന്നതാണ് മവാസയുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഒന്നുകൂടി ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മവാസയുടെ ലക്ഷ്യം പാവപ്പെട്ട ആളുകളെ നാട്ടിലെ ആളുകളെ സഹായിക്കുക എന്നുള്ളതിൻ്റെയാണ്. നാട്ടിലെ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിലും മറ്റു രംഗങ്ങളിലും നമ്മുടെ സഹായം എത്തിക്കുക, പ്രവാസികൾ നമ്മുടെ സഹായം എത്തിക്കുക എന്നതാണ് മവാസയുടെ ലക്ഷ്യം. പിന്നെ പ്രവാസികൾക്ക് ഇവിടെ അടിയന്തര ഘട്ടങ്ങൾ അടിയന്തര ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആസ്പത്രിക്ക് കൊണ്ടുപോകാൻ പൈസ അല്ലെങ്കിൽ ആസ്പത്രിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പൈസ ചെയ്യുന്ന അവസരത്തിൽ മവാസ നമ്മൾ ഉണ്ടായി. പിന്നെ അതിലുപരിയായി ഇവിടെ രക്ഷാകർത്താക്കൾക്ക് നാട്ടിലെ ആളുകൾക്ക് ഇവിടെ ഈ ഒരു കൂട്ടായ്മ സെമിനാറുകളെയും മറ്റും കാണുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കല്ല, എൻ്റെ കുട്ടികൾ ഒറ്റക്കല്ല, അവിടെ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ട് എന്നതിൽ ഒരു മനസമാധാനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ SSLC കഴിയുന്നതോടുകൂടി തന്നെ ഒരു കുട്ടിക്ക് ഏത് ഗ്രൂപ്പ് കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പോലും മാതൃകയാകുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. അതോടൊപ്പം ഈ കൂട്ടായ്മയുടെ മറ്റൊരു പ്രസക്തിയും അവസാനത്തെ ഒരു സംഗതിയും എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത് ജനസേവനം എന്ന് പറയുന്നത് ദൈവാരാധനയാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ പ്രാധാന്യം പറയുന്നു. ഒന്നാമതായി നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കൂ, അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നു. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറയുന്നത് അള്ളാഹു പറയുകയാണ്, പരലോകത്തിൽ ചെന്നാൽ ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, അതുപോലെ തന്നെ കുടിവെള്ളം ചോദിച്ചു, പക്ഷെ നീ തന്നില്ല. നീ എന്റെ അടുത്ത് വരികയോ എന്ന് മനുഷ്യൻ അത്ഭുതത്തോടു കൂടി ചോദിക്കുമെന്ന്
എന്നാണ്. അപ്പൊ അവർ പറയും ഇന്നാലില്ലാൽ പ്രയാസപ്പെട്ടുകൊണ്ട് വസ്ത്രമില്ലാതെ, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് സൗകര്യമില്ലാതെ, അതുപോലെ തന്നെ വീടില്ലാതെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് യാതൊരു ഗെറ്റും തരവുമില്ലാതെ എന്റെ അടുത്ത് വന്നിരുന്ന് അവനെ നീ സഹായിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം. രണ്ടാമത്, നിങ്ങൾ ഈ മദീന കുറെ അങ്ങ് ചെന്നാൽ മുറപ്പൊക്കെ പിന്നീട് അവിടുത്തെ ഒരു ബോർഡുണ്ട്, മുറിവുണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ അപകട മരണങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാൻ മറ്റുള്ള ആളുകളെ സഹായിക്കുക, ശരീരം കൊണ്ടും ധനം കൊണ്ടും സഹായിക്കുക എന്നതാണ്. അപ്പൊ അപകട മരണങ്ങൾ, അതിശക്തമായ മരണങ്ങൾ, അത്യാഹിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ മറ്റുള്ള ആളുകളെ സഹായിച്ചാൽ അതുമൂലം കഴിയും എന്നതൊരു സംഗതിയാണ്. മൂന്നാമത്തേതും ഏറ്റവും അവസാനത്തേതും എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, ബൈബിൾ പറയുമ്പോൾ, ഭഗവത്ഗീത പറയുമ്പോൾ ഒക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ടടുത്ത് മനുഷ്യരെ സഹായിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ 40-ലധികം സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷെ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് അൽ ബഖറ. അതിലെ രണ്ടാമത്തെ ദാലിക്കൽ കിതാബ, ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഒരു സംശയവുമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗ്ഗദർശനമാണ്. ആരാണ് മുത്തഖീൻ എന്ന് പഠിപ്പിച്ചിരുന്നു? അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. അങ്ങനെ താഴോട്ട് വന്നാൽ കഴിയും, കാണാൻ കഴിയും. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവരാണ് മുത്തഖീകൾ. ആ മുത്തഖീയുടെ പ്രത്യേകത ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ വിജയിച്ച ആളുകളാണ് എന്ന് പറയുന്നു. പിന്നീട് വിജയിച്ച ആളുകളെ കുറിച്ച് സൂറത്ത് അൽ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 10 ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ പറയുകയാണ് സഹാബന്മാരോട്, ഇത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ സ്വർഗം നൽകാമെന്ന് ഞാൻ ഉറപ്പ് നൽകാമെന്ന് പറഞ്ഞ് ആ 10 ആയത്തുകളിൽ ഒന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ സകാത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നാണ്. അങ്ങനെ ഈ മുഫ്ലിഹ് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് പിന്നീട് തൊട്ടടുത്ത ആയത്തുകളിൽ അവർ ബിർറ്, പുണ്യം ചെയ്ത ആളുകളാണ് എന്നാണ്. ബിർറ്, പുണ്യം ചെയ്ത ആളുകൾ ആരാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്നും ചിലവഴിക്കുന്ന ആളുകളാണ് പുണ്യം ചെയ്തവർ. ആ പുണ്യം ചെയ്തവരെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം, മറിച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. ഏറ്റവും അടുത്ത ആളുകൾക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും മിസ്കീനുകളായ, പ്രയാസം അനുഭവിക്കുന്ന മണ്ണിന്റെ മക്കളായ ആളുകൾക്ക് സഹായം ചെയ്യലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഇത് മറ്റു ഗ്രന്ഥങ്ങളും ഇതേ രൂപത്തിൽ പറയുന്നു. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഉണ്ടാവുകയും അതിശക്തമായ രീതിയിൽ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മാതൃക കാട്ടിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ ഈ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അറിയാതെ എങ്ങനെയോ പരിഹരിക്കപ്പെടുന്നതായി നമുക്ക് ബോധ്യപ്പെടും. അതിനുവേണ്ടി ഇത്തരം കൂട്ടായ്മകൾ സഹായകമാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ടും, ഈ യുവാക്കളായ നിങ്ങൾ അതിശക്തമായി നിങ്ങളുടെ ആയുസ് നല്ല രീതിയിൽ ചെലവഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, ഹദീസിലുണ്ട് 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ അല്ലാഹു ഒരു അടിമയുടെ കാലിപ്പാത്തിൽ മുന്നോട്ട് വെക്കാൻ നാളെ ഖിയാമത്ത് നാളിൽ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നു. അതിലൊന്ന് ആയുഷിനെ കുറിച്ചാണ്, രണ്ടാമത്തേത് സമ്പത്താണ്, മൂന്നാമത്തേത് നമ്മുടെ ഈ മറ്റു കാര്യങ്ങൾ എന്തിൽ ചെലവഴിച്ചു എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധമുണ്ടാവുകയും നമ്മുടെ യുവത്വം നല്ല രീതിയിൽ ചെലവഴിക്കുകയും അങ്ങനെ വാർദ്ധക്യം ഉണ്ടാകുമ്പോൾ ഒരു നല്ല അവസ്ഥയിൽ മരിക്കുവാൻ അത് നമുക്ക് കാരണമാവുകയും, അതുപോലെ തന്നെ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ പ്രദേശത്തിന് വേണ്ടി ചെയ്തിരുന്നു എന്ന് ആത്മസംതൃപ്തി നേടുവാനും നമുക്ക് കഴിയും. അതിനുവേണ്ടി നാം ഓരോരുത്തരും പണിയെടുക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ടും അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും